ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മുടെ പ്രിയങ്കരിയായ പാട്ടുകാരി കെ ചിത്രയുടെ ഒരു സംരംഭം കൂടി വരുന്നു. ലഹരിക്കെതിരെ അവബോധം നൽകുന്ന ഒരു ടെലിഫിലിം. ഈ ടെലിഫിലിമിൽ ഒരു രംഗത്തിൽ അഭിനേത്രിയായി കൂടി വരികയാണ് കെ ചിത്ര. അത്ര കൂടുതൽ ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ നേരിടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ഈ ടെലിഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ച് കുട്ടികൾ നശിച്ചു പോകുന്ന കാഴ്ച വളരെയധികം നൊമ്പരമുണർത്തുന്നു എന്ന് ചിത്ര പറയുന്നു. നമുക്കെല്ലാം സങ്കടം ഉണ്ടാക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ ഈ SK-Info യാത്രയിൽ കണ്ടു. കുഞ്ഞുങ്ങളുടെ ചൈതന്യം കെടുത്തുവാൻ ഒരു ലഹരിക്കാരനെയും അനുവദിക്കരുതെന്നാണ് KS ചിത്ര പറയുന്നത്. ഒരമ്മയുടെ സ്നേഹവായ്പോടെ, ഒരമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക നമ്മളെ ഉപദേശിക്കുന്നു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശം പകരുന്ന ഈ ഹ്രസ്വ ചിത്രം ഹാപ്പി ബർത്ത്ഡേ വിത്ത് KS ചിത്ര ആസ് ആൻ ആക്ട്രസ് ഈസ് കമ്മിങ്. കുർണി, നീ അവിടെ ഒന്നും തപ്പണ്ട. ചേട്ടൻ ഇപ്പൊ വരും. അപ്പോഴേ എനിക്കും ഫുഡ് കിട്ടുള്ളൂ. അതിന് എന്തെങ്കിലും ഞാൻ നിനക്കും കഴിക്കാൻ തരാം. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഗുഡ് ഗേൾ. അതെ, ഇന്നേ ഏട്ടന്റെ പിറന്നാളാ. കൊടുക്കാനുള്ള സമ്മാനം ഈ വരയ്ക്കണേ. എങ്ങനുണ്ട്? കൊള്ളാമോ? എന്റെ രാജകുമാരി എന്തെടുക്ക ഈ പാതിരാത്രിയില്? വേറെന്നോടി അല്ലേലും ഇതുപോലൊരു പേപ്പർ ഇപ്പൊക്കെ ആവശ്യമുണ്ട്. എന്തെങ്കിലും പറ്റിയാൽ നിന്നെ നിന്റെ ചേട്ടൻ പൊന്നുപോലെ നോക്കും.
ലഹരി അത് ജീവിതത്തോടാണ് വേണ്ടത്. അല്ലാത്ത ലഹരി നമ്മെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ണീരാണ്, തീയാണ്. പുകയുന്നത് നിങ്ങളാണെങ്കിലും വെന്തുപോകുന്നത് അവരാണ്. വേണ്ടായിരുന്നു എന്ന തീരുമാനമെടുക്കുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഓർക്കുക, ലഹരി വേണം ജീവിതത്തോട്. ഏട്ടാ, happy. സിംഗിൾ ടിക്കറാക്കാം, പേര് പോകില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ ടെലിഫിലിം, ഈ ടെലിഫിലിമിൽ ഇപ്പോൾ നമ്മുടെ കെ ചിത്ര ടെലിഫോൺ ലൈനിലുണ്ട്. ചിത്രജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ചിത്രജി ഇവിടെ ചെന്നൈയിലാണോ തിരുവനന്തപുരത്താണോ? കൊച്ചിയില്. കൊച്ചിയിലുണ്ടല്ലേ? ഓ, ഇവിടെ തന്നെ ഉണ്ടല്ലേ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ കൊച്ചി സ്റ്റുഡിയോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടെലിഫിലിം കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് കെ ചിത്ര ഒരു അഭിനേത്രിയായിട്ട് വരുന്നു എന്നുള്ളത്. ഞാൻ ചിത്രാജിയെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇതിനിപ്പം മെസ്സേജ് ആണ്. ഇപ്പൊ നമ്മുടെ ചുറ്റും ലഹരിയുടെ ഉപയോഗവും കുട്ടികളെന്നല്ല എല്ലാരും ഒരുപാട് ആ ഒരു ഉപയോഗം ഒരുപാട് കൂടുന്നതായിട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാളെ എന്താന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ അനിയനാണ് സേതു ഇങ്ങനൊരു ആശയം കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു സേതു ചിത്രാജിയുടെ ബന്ധു കൂടിയാണല്ലേ? അത് അദ്ദേഹം പറഞ്ഞില്ല എന്നോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും. അപ്പോൾ ചിത്രാജി ഒരു പക്ഷേ ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ചിത്രം തയ്യാറാക്കിയതും സേതു അത് ഇങ്ങനെ ഒരു ടെലിഫിലിം നമുക്ക് സംപ്രേഷണം ചെയ്യാൻ തന്നതും ഒക്കെ വളരെ നന്നായി. പ്രത്യേകിച്ച് കെ ചിത്രയുടെ സാന്നിധ്യം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്തിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഒരു 30 ദിവസം നീണ്ടുന്ന ഒരു യാത്ര കേരളത്തിൽ നടത്തിയിരുന്നു ലഹരിക്കെതിരായിട്ട്. ചിത്രാജി അറിഞ്ഞോന്നറിയില്ല. പക്ഷേ അപ്പോൾ ഈ യാത്രയിൽ കണ്ടെത്തിയതിനേക്കാളും 3 ഇരട്ടി കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പത്തിന് ഞെട്ടിച്ചുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. ഏതാണ്ട് ഒരു 100 കണക്കിന് സ്കൂളുകളിൽ ഇപ്പോൾ ഇതിന് അടിപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികളോട്, പ്രത്യേകിച്ച് ചിത്രാജിക്ക് കുട്ടികളോടൊക്കെ വളരെ വാത്സല്യമുള്ള ആളാണല്ലോ, അപ്പം ഈ കുട്ടികളോടും അവരുടെ അമ്മമാരോടും രക്ഷകർത്താക്കളോടും ചിത്രാജിക്ക് എന്താ പറയാനുള്ളത് ഈ ദിവസം? തീർച്ചയായിട്ടും കുട്ടികളുടെ മേലെ അവർക്ക് എന്താ പറയുക, പോക്കറ്റ് മണി അങ്ങനെയൊക്കെ കൊടുക്കുന്നതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് അവരെന്താണ് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അച്ഛനമ്മമാരുടെ ഒരു നോട്ടം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത്? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് അവരുടെ ശ്രദ്ധ തിരിച്ചു വിട്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് പേരൻസിന്റെ ഭാഗത്തു നിന്നും കൂടെ ഉള്ള മാക്സിമം ഒരു ഹെൽപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയം തോന്നുകയാണ്. ഇപ്പൊ ഇത് ലഹരി ഉപയോഗിച്ച് വെറുതെ ഇരിക്കുകയല്ലല്ലോ, അവർ വേണ്ടാത്ത ആക്ടിവിറ്റീസിലൊക്കെ പോയി പെടുകയല്ലേ. സമൂഹത്തിനല്ലേ അത് ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരെന്തൊക്കെയോ കുറ്റകൃത്യങ്ങളിൽ പോയി പെടുക, ഇതൊക്കെ നമ്മുടെ എങ്ങോട്ട് പോകണു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയം തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ ഉറക്കുന്ന ഓമനത്തിങ്കൾ കിടാവോ കേട്ടിട്ട് ഞങ്ങൾക്ക് കൊതി തോന്നിട്ടില്ല. ചിത്രാജിയുടെ ശബ്ദത്തിൽ അത് വന്നപ്പോൾ അത് വല്ലാത്തൊരു ഒരു സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ചെന്ന് പെട്ടിരിക്കുന്ന മഹാ അപകടത്തിൻ്റെ കുറിച്ച് ആളുകൾക്ക് അവബോധമായി തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ എന്തായാലും ഒരു പുതിയ പരമ്പര കൂടി സ്റ്റാർട്ട് ചെയ്യണം ചിത്രാജി. ജ്യോതിർഗമയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അടുത്ത 20-ാം തീയതി ഒരു 6-7 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഒരു തത്സമയ പരിപാടി ഉണ്ടാകും. ചിത്രാജി കൂടി ഇതിൽ പങ്കെടുക്കണം. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത കേരളത്തിലെ ഏറ്റവും വലിയ അപകടസന്ധിയിലൂടെ ഈ രാസലഹരിക്കാരുണ്ടാക്കുകയാണ്. കാരണം ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ട്രക്ക് ക്യാപിറ്റൽ ഇൻ ഇന്ത്യ എന്ന് കേരളത്തെക്കുറിച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനപ്പെട്ട കാര്യം. ആ 2 വരി ഓമനത്തിങ്കൾ കിടാവോ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഓക്കെ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര വളരെ നന്ദി ചിത്രാജി, വളരെ നന്ദി. മധുവോ
രസികനെ പോലെ ഞാൻ ഇടയ്ക്ക് കയറി. സോറി ചിത്രാജി, വളരെ നന്ദി, താങ്ക് യു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ടെലിഫിലിമിന് കുറച്ച് സമയം ചെലവഴിച്ചു, നമ്മൾ ഇത്രയും നേരം സംസാരിക്കുകയും ചെയ്തു. എന്തായാലും താങ്ക് യു സർ. ഓക്കെ എല്ലാവരും എൻ്റെ അന്വേഷണം അറിയിക്കുക. ചിത്രാജി സുഖമായിരിക്കുക. ഇനി ഒരുപാട് ഈ ശബ്ദം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരുപാട് നല്ല പാട്ടുകളും പാടുക. ഓക്കെ, താങ്ക് യു. നമുക്കെല്ലാം പ്രിയങ്കരിയായ കെ എസ് ചിത്രയാണ് ടെലിഫോൺ ലൈനിൽ കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്ന ടെലിഫിലിം സേതു അണിയിച്ചൊരുക്കിയത്. അതിൽ ഒരു അഭിനേത്രിയുടെ റോള് പോലും ചിത്രാജി എടുത്തു. അതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ചിത്രാജി. അഭിനയിക്കാനൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളാണ്. അഭിനയം വശമില്ലാത്ത ഒരു ഗായിക കൂടിയാണ്. അഭിനയിക്കുന്ന ആളല്ല എന്ന് വിചാരം. എന്നിട്ടും ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ കാര്യം അത്ര കൂടുതൽ അപകടം പിടിച്ച ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ ചെന്നുപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാസലഹരി നമ്മുടെ മാനം കെടുത്തുമെന്ന് മാത്രമല്ല, നമ്മുടെ പുതിയ തലമുറയുടെ ജീവിതം തന്നെ കെടുത്തിക്കളയും. അതുകൊണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക. പ്രത്യേകിച്ച് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കുട്ടികളെ ഇതിന് വിട്ടുകൊടുക്കില്ല എന്ന്.